എല്ലാവർക്കും ശ്രീനാഥ് റെസിപ്പീസിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ചോറിൻ്റെയും ചപ്പാത്തിയുടെയും കൂടെ കഴിക്കാൻ പറ്റുന്ന, അതുപോലെ തന്നെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ അതിനു വേണ്ടി ഞാനിവിടെ ഒരു കുക്കർ എടുത്തിട്ട് അതിലൊരു 3 തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ 2 സവാള അരിഞ്ഞതും, നെടുകെ കീറിയ 4 പച്ചമുളകും, 2 തണ്ട് കറിവേപ്പിലയും, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, ആവശ്യത്തിന് ഉപ്പും, പിന്നെ ഒരു 5 വെള്ളുള്ളിയും ഇട്ട് ഒന്ന് നന്നായി ഇളക്കി കൊടുക്കണം. എന്നിട്ട് അതിലേക്ക് ഒരു 1.5 കപ്പ് വെള്ളം ചേർത്ത് കുക്കർ അടച്ച് വെയിറ്റ് വെക്കണം. ഇനിയിപ്പോൾ അതൊരു മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിൽ വരണ വരെ വേവിക്കണം. എന്നിട്ട് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇപ്പോൾ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിൽ 1 കപ്പ് ചിരകിയ തേങ്ങയും, 4 ചെറിയ ഉള്ളി നെടുകെ കീറിയതും, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, 1 ടീസ്പൂൺ പെരുംജീരകവും, കുറച്ച് വെള്ളം ചേർത്ത് നന്നായി അരയ്ക്കണം. അതവിടെ ഇരിക്കട്ടെ. ഇപ്പോൾ കുക്കറിലെ പ്രഷർ പോയിട്ടുണ്ട്. നമുക്കതൊന്ന് തുറന്ന് നോക്കാം. അതും നന്നായി ഇളക്കി വീണ്ടും സ്റ്റവ് ഓൺ ചെയ്ത് കുക്കർ അടച്ച് വയ്ക്കാതെ മീഡിയം ഫ്ലെയിമിൽ 1 മിനിറ്റ് തിളപ്പിക്കണം. ഇനിയിപ്പോൾ ഇതിലേക്ക് അരച്ചു വെച്ച തേങ്ങ ചേർക്കാം. അത് നന്നായി ഇളക്കണം. ഇതിൽ ഗ്രേവിയുടെ തിക്നെസ്സിനനുസരിച്ച് കുറച്ച് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. ഇനി ഇത് തിളപ്പിക്കണ്ട. നല്ല ചൂടായി തിളയ്ക്കാറാവുന്ന സമയത്ത് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇപ്പോൾ ഒരു പാനിൽ 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒരു മീഡിയം ഫ്ലെയിമിൽ ചൂടാക്കണം. എന്നിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കുകയാണ്. കടുക് പൊട്ടി വരുന്ന സമയത്ത് അതിലേക്ക് 3 ചുവന്ന മുളകും, കുറച്ച് കറിവേപ്പിലയും, ഒരു 4 ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞതും ചേർത്ത് നന്നായി വഴറ്റണം. ആ ഉള്ളി ഒരു ലൈറ്റ് ബ്രൗൺ ആവുന്ന സമയത്ത്
സ്റ്റവ് ഓഫ് ചെയ്ത് ഇത് നമുക്ക് കറിയിലേക്ക് ഒഴിക്കാം. ഇപ്പോൾ നമ്മൾ തക്കാളിക്കറി റെഡിയായി കഴിഞ്ഞു. ചോറിൻ്റെയും ചപ്പാത്തിയുടെയും കൂടെയൊക്കെ ഇത് വളരെ നന്നായിരിക്കും. ഇത് ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായം ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. വേറൊരു ഈസി റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം.